നമസ്കാരം. ജയരാജനും ജാവദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവിട്ട ആലപ്പുഴയിലെ BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രനെതിരെ വലിയ നടപടിയുമായി BJP കേന്ദ്ര നേതൃത്വം രംഗത്തെത്താൻ പോകുന്നു. ഇലക്ഷൻ റിസൾട്ട് വരെ കാത്തിരിക്കുവാനാണ് ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ തോറ്റാൽ, അങ്ങനെ ഒരു തോൽവി ഏൽക്കുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം ഈ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള EP ജയരാജനുമായിട്ടുള്ള ചർച്ചകളുടെ വിശദാംശങ്ങളടക്കം എങ്ങനെ സംസ്ഥാന നേതാക്കൾ വെളിപ്പെടുത്തിയതിൽ BJPയുടെ ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ളതാണ്. കടുത്ത അതൃപ്തിയാണുള്ളത് എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ നീക്കങ്ങൾ അങ്ങാടിപ്പാട്ടാകുന്നതിലുള്ള അതൃപ്തി അത് കേരളത്തിൻ്റെ ചുമതലയുള്ള എല്ലാ BJP നേതാവും, അതായത് പ്രകാശ് ജാവദേക്കറും അവരുടെ അടുപ്പമുള്ളവരുമൊക്കെ ഇപ്പോൾ അത്തരത്തിൽ തന്നെയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. രഹസ്യ ചർച്ചകൾ ചോരുന്ന സാഹചര്യത്തിൽ BJPയിൽ ചേരാനുള്ള പ്രാഥമികമായിട്ടുള്ള ആലോചന, ആ ആലോചനയിൽ നിന്ന് പോലും മറ്റു പാർട്ടിക്കാരെ പിന്തിരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവണതകളാണ്. ആ പിന്തിരിപ്പിക്കുന്ന തരത്തിലാണ് ജയരാജൻ സംഭവമെന്നാണ് ഇപ്പോൾ നേതൃത്വത്തിൽ പലയിടത്തുമുള്ള ഒരു വിലയിരുത്തൽ എന്ന് പറയപ്പെടുന്നത്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനാണ് ഈ ജയരാജനും ജാവദേക്കറും തമ്മിലുള്ള ചർച്ചയെക്കുറിച്ച് വളരെ കൃത്യമായി ആദ്യം ആ വിവരം പുറത്തുവിട്ടത് എന്നാണ്. അതുകൊണ്ട് തന്നെ ശോഭ ചെയ്തതിനെതിരെ കേന്ദ്ര BJP പരസ്യമായിട്ട് ശാസിക്കാതിരിക്കാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ശോഭയുടെ പെരുമാറ്റം, ആ പെരുമാറ്റം എന്ന് പെരുമാറിയത് എന്നുള്ളത് ഏത് തരത്തിൽ പ്രവർത്തകർ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള. അതേസമയം LDF കൺവീനറും ഒപ്പം തന്നെ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള EP ജയരാജനെ CPM ഇനിയും ചേർത്ത് പിടിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതോടൊപ്പം തന്നെ അതോ നടപടികൾക്ക് വിധേയനാക്കി ഒതുക്കി നിർത്തുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉയർന്നു വരുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതും അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കാണ്. തിരഞ്ഞെടുപ്പ് ദിനത്തിൽ മുഖ്യമന്ത്രിയുടെ പരസ്യശാസന അടക്കം അത് ഏൽക്കേണ്ടി വന്നത് തന്നെ EPയെ പോലൊരു നേതാവിന് ലഭിക്കാവുന്ന വലിയ ശിക്ഷ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് എന്ത് നടപടി എടുക്കുമെന്നതാണ് ഇനി കാത്തിരുന്ന് ഉയരുന്ന ചോദ്യങ്ങൾ തന്നെ. തിരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക വിശകലനത്തിനായിട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുമ്പോൾ അതിനകത്ത് EPയുടെ വിഷയം വളരെ വലിയ ചർച്ചയാകും. ആ ചർച്ചയിൽ വലിയ തീരുമാനങ്ങളുണ്ടാകും, നടപടികൾ എടുക്കുകയും ചെയ്യും. ജയരാജന് LDF കൺവീനർ സ്ഥാനമടക്കം നഷ്ടമാകുകയും പാർട്ടി പുറത്താക്കൽ അല്ലെങ്കിൽ പാർട്ടിയിൽ തരം താഴ്ത്തലടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്നുള്ള കാര്യവും സംശയമില്ല. ഒപ്പം തന്നെ ഇവിടെ ശോഭാ സുരേന്ദ്രൻ BJPയുടെ നേതാവുള്ള ശോഭാ സുരേന്ദ്രനും അത്തരത്തിൽ കേന്ദ്ര നേതൃത്വം, ദേശീയ നേതൃത്വം ഇടപെടുകയും കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെ പാർട്ടി ശാസന അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.